നമസ്കാരം. ഞാനിവിടെ എറണാകുളത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ പൊന്നുക്കുടം കുടുംബത്തിൻ്റെ ദേവീക്ഷേത്രത്തിൻ്റെ ചേർന്നുള്ള കാവ് സംരക്ഷിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ഏകദേശം 8 ഏക്കറോളം സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു വിപണി മൂല്യം അനുസരിച്ച് ഏകദേശം 50-60 കോടി രൂപ വിലയുള്ള ഭൂമി ഈ ഒരു കാവ് സംരക്ഷിക്കാൻ വേണ്ടി ആ കുടുംബം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 300 വർഷത്തിലധികം പഴക്കമുള്ളൊരു കാവാണ്. ഇതിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റി, ഇതിൻ്റെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. കാരണം എൻഡേഞ്ചേർഡ് സ്പീഷീസിൽപ്പെട്ട പല ചെടികളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, കാവ് നിലനിൽക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ആൾ, അതിലെ കുടുംബത്തിലെ തന്നെ ഒരു അംഗവും സസ്യശാസ്ത്രജ്ഞനുമായ രാമേന്ദ്രൻ സാറ്, അദ്ദേഹം റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ജോയിൻറ്റ് പ്രൊഡക്ഷൻ കമ്മീഷണറായിരുന്നു. അതിനുശേഷം അദ്ദേഹം എറണാകുളം ജില്ലാ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ കോർഡിനേറ്ററായിരുന്നു. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇവരിത് സംരക്ഷിക്കുകയാണ്. ഇതിൻ്റെ സംരക്ഷണ ചെലവ് വഹിക്കുന്നതും അവരുടെയൊക്കെ പെൻഷൻ തുകയിൽ നിന്നാണ് ഈ കാട് സംരക്ഷിക്കാനായിട്ട് പണം മുടക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. കാരണം ഇത് ഇവിടെ കേരളത്തിലെ ഒരു കോളേജിലും ചില കോളേജുകളിലെങ്കിലും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് ചെറിയ സസ്യ ശേഖരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാവിലുള്ളതുപോലെ വലിയ വിപുലമായ സൗകര്യങ്ങൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ഇത്രയധികം ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യം കാണുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഇത് നമുക്ക് കാണുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. സാർ നമസ്കാരം. നമുക്ക് സാർ ഈ കാടിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? സാറ് ഇപ്പോൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളല്ലേ? ഇത് ശരിക്കും ഒരു കാവാണ്. പൊന്നക്കുടം എന്ന് പറയുന്ന ഒരു പഴയ ഒരു തറവാടാണ്. ഈ തറവാടിൻ്റെ ഒരു കുടുംബക്ഷേത്രം എന്നുള്ളതിൽ പൊന്നക്കുടം ഭഗവതി ക്ഷേത്രവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ കാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പണ്ട് ഈ കാവാണ് കൂടുതലും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കണ്ടിരുന്നത്. ഞാൻ ശരിക്കും ബോട്ടണി എടുത്ത് പഠിക്കാൻ കാരണം തന്നെ കുട്ടിക്കാലം മുതൽ ഈ കാവ് കണ്ട് വളർന്നുകൊണ്ടാണ്. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ കാവിൻ്റെ പല ഭാഗത്തായിട്ട് തറകളിൽ അവിടെ അയ്യപ്പൻ, ഇവിടെ ഭദ്രകാളി, ഇവിടെ സർപ്പങ്ങൾ, അങ്ങനെ ഓരോ തറകളിലൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ തിരിവയ്ക്കാൻ വേണ്ടി വരും. തിരിവയ്ക്കാൻ വേണ്ടി വന്ന് ഇവിടെ അന്ന് കുരങ്ങന്മാരടക്കം ഉള്ള ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ കളിച്ചു കഴിഞ്ഞ് അവസാനം തിരിവെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പേടിപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കിളി, നമ്മൾ തച്ചൻ കോഴി എന്ന് പറയും, കാലം കോഴി എന്ന് പറയും കിളി. ആ കിളി വന്ന് ശബ്ദം ഉണ്ടാക്കി ഭയങ്കര ഊവാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ശബ്ദം ഉണ്ടാക്കുന്നൊരു കിളിയാണ്. ആ കിളിയുടെ വരവോടുകൂടിയാണ് ഞങ്ങൾ പിന്നെ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ ഇവിടുത്തെ ഒരു ഫ്ലോറയും ഫോണയും ബയോഡൈവേഴ്സിറ്റി കണ്ട് വളർന്നുകൊണ്ട് എനിക്ക് സസ്യശാസ്ത്രത്തോട് പ്രത്യേകം താല്പര്യം തോന്നി. ഞാൻ BSc ബോട്ടണി എടുത്തു, MSc ബോട്ടണി എടുത്തു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാൻ പോയത് എന്നെ മെഡിസിനൽ പ്ലാന്റ്സിലാണ്. പക്ഷേ റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ റബ്ബർ ബോർഡിൽ ജോയിൻ ചെയ്തു. റബ്ബർ ബോർഡിൽ 35 വർഷം സർവീസ് കഴിഞ്ഞ് ജോയിൻറ്റ് റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് എന്നെ 3 വർഷം റബ്ബർ ബോർഡ് മെമ്പറാക്കി വയ്ക്കുകയും ചെയ്തു. പിന്നെ എറണാകുളം ജില്ലയുടെ കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ജില്ലാ കോർഡിനേറ്ററായിരുന്നു 2 വർഷത്തോളം. അങ്ങനെ ഈ ഒരു രംഗം എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു വിഷയമാണ്, ഈ കാവുകളും ബയോഡൈവേഴ്സിറ്റിയൊക്കെ. സാർ, ഈ കാവിൻ്റെ പഴക്കം എത്ര, ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇതിൻ്റെ വിസ്തൃതി എത്രയാണെന്നുള്ളതൊന്ന് പറയാം. ഇതിപ്പോൾ ഞങ്ങളുടെ കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് ഏകദേശം 300 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കാവിന്. ഇത് 8.25 ഏക്കർ സ്ഥലമാണ്. അത് പണ്ട് മുതലേ നമ്മുടെ പാർട്ടീഷനിൽ തന്നെ 8.25 ഏക്കർ സ്ഥലം ഈ പൊന്നക്കുടം കാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ദേവസ്വം പോലെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ 4 ഏക്കറാണ് വെർജിൻ ഫോറസ്റ്റ് ഇപ്പം നിലനിർത്തിയിട്ടുള്ളത്. 1 ഏക്കറോളം അമ്പലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം, ഉത്സവാദി കാര്യങ്ങൾക്കൊക്കെ 1 ഏക്കറോളം മാറ്റിയിട്ടിരിക്കുന്നു. 3 ഏക്കർ വയലാണ്. 3 ഏക്കർ പാട് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റം. ചുരുക്കി പറഞ്ഞാൽ 8 ഏക്കർ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. 8.25 ഏക്കറും. ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എത്ര രൂപ വരും ഏകദേശം ഇവിടെ സെൻറ്റിന്? ഇവിടെ ഇപ്പം സെൻറ്റിന് 7 ലക്ഷം 8 ലക്ഷം ഒക്കെ വിലയുള്ള സ്ഥലമാണ്. ഇത് ടൗണിൻ്റെ ഏറ്റവും അടുത്തല്ലേ. ഒരു 60 കോടി രൂപ വിലയുള്ള ഭൂമി കാട് വെക്കാൻ. അതെ, അത് ഇപ്പം ഞങ്ങളെയൊക്കെ പണ്ട് മുതലേ ഞങ്ങൾ പഠിച്ചേക്കുന്നത് ഈ കാവും കൊണ്ടുള്ള പ്രയോജനം നമുക്ക് കുടുംബക്കാർക്ക് മാത്രമല്ല, ഈ കാവിടെ ഉള്ളത് കൊണ്ട് ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ഈ പ്രദേശത്തുകാർക്കെല്ലാം ശ്വസിക്കാൻ കിട്ടുന്നു. നമ്മൾ സാധാരണ പറയുമല്ലോ, കാവുകൾ ഒരു ദേശത്തിൻ്റെ ശ്വാസകോശമാണ് എന്ന് പറയും. അതുപോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ, ഈ കങ്ങരപ്പടി, തേവയ്ക്കൽ ഈ പ്രദേശത്തിൻ്റെ ശ്വാസകോശമാണ് ഈ കാവ്. കാരണം ഇവിടെ ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് എപ്പോഴും കിട്ടുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ഒരു 3-4 കിലോമീറ്റർ സ്ഥലത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാറില്ല. കാരണം ഈ കാവിൽ പെയ്യുന്ന മഴവെള്ളം ഒരു തുള്ളി പോലും പാഴാകാതെ ഇവിടെ താന്ന്
ഇവിടുത്തെ ജലവിധാനം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന കാരണം തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാവാറില്ല. ഈ ഒരു രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാവും കൊണ്ട് നമ്മൾ നോക്കിപ്പോരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇതിപ്പോൾ ക്ഷേത്രം നമ്മൾ കൊണ്ട് നടക്കുന്നു, പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു പാഠം ഞങ്ങൾ ഉൾക്കൊള്ളുകയും ഞങ്ങളത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ധാരാളം സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളൊക്കെ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു കുട്ടി PhD ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിക്കുന്നത് ഈ കാവ് സംരക്ഷിച്ച് നിർത്തേണ്ടതാണ് എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സാറേ ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യം. ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നല്ല തെളിനീര് വെള്ളം എങ്ങും ഇല്ല, പക്ഷേ ഇവിടെ ഭംഗിയായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കുറേ അത് കണ്ടു, അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഈ ചെമ്പിൻ്റെ അംശമുള്ള ചെമ്പ് നിറമുള്ള ഈ കുട്ടനാട്ടിലെയൊക്കെ പോലെയുള്ള വെള്ളവും അതുപോലെ കുട്ടനാട്ടിലെ പോലത്തെ ഒരു മണലും ഒരുപക്ഷെ ഈ കാവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആണോ, അത് ഈ ഇല അങ്ങനെ ചേർന്ന് അങ്ങനെ വന്നതാണോ? കുട്ടനാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്, പണ്ട് കാട്ടുതീ പിടിച്ചിട്ട് അവിടെ മണ്ണിനടിയിലായി പോയതുകൊണ്ടാണ് അവിടെ അസിഡിറ്റി ഇത്രയും കൂടുതലാണ്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 300 വർഷമാണ് ഞങ്ങൾക്ക് കാരണന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പേ ചിലപ്പോൾ ഇവിടെ കാടുണ്ടായിരുന്നിരിക്കാം. കാട് സ്വാഭാവികമായിട്ടും ഇപ്പം ഞാനൊക്കെ വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ തറവാടിന് ചുറ്റായിട്ട് 100 ഏക്കറോളം നെൽകൃഷി ഉണ്ടായിരുന്നു പൊന്നക്കുടം തറവാടിന്. അപ്പോൾ ഈ നെൽകൃഷിക്ക് എവിടെ കുളം കുത്തിക്കഴിഞ്ഞാലും വെള്ളം കിട്ടണം, വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ കാരണവന്മാർ, ദീർഘദൃഷ്ടിയുള്ള ഏതെങ്കിലും കാരണവന്മാർ ഈ പ്രദേശത്തിൻ്റെ ഇത്തിരി ഉയർന്ന ഭാഗം വേക്കൻ്റ് ആയിട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ നെൽകൃഷിയോടനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഉയർന്ന ഭാഗം വേക്കൻ്റ് ആയിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്വാഭാവികമായിട്ടും കാടുണ്ടാവും. ഈ കാട് വളർന്നു അവിടെ പിന്നെ അവിടെ നിന്ന് ചെറിയ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് തിന്നാനായിട്ട് പക്ഷികൾ പിന്നെ വേറെ നമുക്കിവിടെ കൊണ്ടുവന്ന് കായകൾ കാഷ്ടിച്ച് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പുതിയ സംഗതികളുണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു കാടുണ്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ചുമതല അതിന് വേണ്ടിയിട്ട് അന്ന് വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ സംരക്ഷണം നടക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ കാടിൻ്റെ നടുക്ക് അവിടെ ദൈവിക സങ്കല്പം, ഇത് ശാസ്താവ്, ഇത് ഭദ്രകാളി, ഇത് ദുർഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാടിൻ്റെ പല ഭാഗത്തായിട്ട് ദൈവിക സങ്കല്പം കൊണ്ടുവന്നപ്പോഴത്തേക്കും കാട് ഓട്ടോമാറ്റിക്കലി കാവായിട്ട് മാറി. അങ്ങനെയാണ് സേക്രഡ് ഗ്രോവ് ആയിട്ട് മാറിയത്. കാവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടായി. പണ്ടത്തെ ആൾക്കാരെ എന്തെങ്കിലും ഒരു കാര്യം അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെടണം. അത് ചിലപ്പോൾ അന്ധവിശ്വാസം വരെ ആവാം അത്, കാരണം അത് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്കിലേ ആൾക്കാരത് അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാവ് സങ്കല്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സംരക്ഷിക്കപ്പെട്ടു. ഒരു മരം ഇവിടെ പിടന്ന് വീണ് കിടക്കുന്ന മരം പോലും ആരും വെട്ടിക്കൊണ്ട് പോവില്ല, വിറക് എത്തിക്കാൻ വേണ്ടി പോവില്ല. അപ്പോൾ അത് ഇവിടെ നടന്ന് ഇവിടുത്തെ ഈ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുകയും ഇവിടെ പുതിയ സാധനങ്ങൾ വീണ്ടും ഉണ്ടായി വരികയും ഒക്കെ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും മണ്ണിരകളെ കാണും. കാരണം ഇവിടെ അത്രയും ശുദ്ധമായിട്ടുള്ള, പിന്നെ ഈ ചെമ്പുറവ്, കാരണം ഇവിടെ പണ്ട് മുതലേ ഒരു വലിയ വനമാണെങ്കിൽ തീർച്ചയായിട്ടും കാർബൺ സീക്വസ്ട്രേഷൻ നടന്ന് ധാരാളം മെറ്റലിൻ്റെ അംശങ്ങളൊക്കെ ഇവിടുത്തെ മണ്ണിലുണ്ടാവും. അത് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും അടിയിൽ നിന്ന് ഈ ഫെറസ് അയണിൻ്റെ അംശമൊക്കെ പുറത്തേക്ക് വരും. ഇവിടെ വെള്ളം ഞങ്ങൾ ഒരിക്കൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയണിൻ്റെയൊക്കെ അംശം എത്രയോ ഇരട്ടിയാണ് ഇവിടെ. അയണിൻ്റെ അംശവും കോപ്പറിൻ്റെ അംശമൊക്കെ കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ വെള്ളത്തിന് ഒരു ചുവന്ന നിറം, ചെമ്പുറവ എന്ന് നമ്മൾ പറയുന്നത് കാണാറുള്ളത്. അതുപോലെ തന്നെ സാർ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മണ്ണിര ഉള്ള സ്ഥലങ്ങൾ, ഈ മണ്ണിരയുടെ ബെറൂസ്, അതിൻ്റെ ഈ ചെറിയ മാളങ്ങൾ, തുരങ്കങ്ങൾ വഴി വെള്ളം പെട്ടെന്ന് ട്രെയിൻ ചെയ്ത് പോകുന്നു. ഇവിടെ വന്നപ്പോൾ അത് വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു. കാരണം വെച്ചാൽ ആ മണ്ണിരയുടെ ആ കുരുക്കിയ കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളമില്ല, അതിനപ്പുറം ആ മണൽ വിരിച്ച് കിടക്കുന്ന സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് കാണാവുന്ന തരത്തിൽ. അത് തന്നെയല്ല, ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ മണ്ണിരയുടെ കുരിപ്പ് കണ്ടു. പിന്നെ സാറേ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഒരറ്റം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ഓടൽ എന്ന് പറഞ്ഞ വള്ളി വലിയ തോതിൽ വളർന്നു കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക സാറ് ബോട്ടണി ഇപ്പം പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന 2 തരത്തിൽപ്പെട്ട എണ്ണകളാണ്. ഒന്ന് മരോട്ടിയുടെ എണ്ണയും, 2 ഓടത്തിൻ കായൻ്റെ എണ്ണ. ഓടത്തിൻ്റെ കുരു ആട്ടിയിട്ടെടുത്തുന്ന എണ്ണയാണ്. അപ്പോൾ ഓടം എന്ന് പറയുന്നത് ഒരു വള്ളിയാണ്. ഓടം ആണല്ലേ? ഓടം അല്ലെങ്കിൽ ഓടൽ എന്നൊക്കെ പറയും. അത് ഒരു വള്ളിയാണ്. വുഡി ക്ലൈംബർ എന്ന് പറയും. കാരണം അതിൻ്റെ ആ തടി ശരിക്കും വുഡി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിവിടെ നിൽക്കുന്ന ആ ഓടത്തിന് ഏകദേശം 300 വർഷത്തോടടുക്ക പഴക്കമുണ്ട്. അതൊരു ആഞ്ഞിലിയുടെ ചോട്ടിൽ ഈ സാധനം ഉണ്ടായി, അത് ആഞ്ഞിലി പടന്ന് ആ ഒരു പ്രദേശം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ആ ഒരു ഓടം വള്ളിയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അത് ആൺവൃക്ഷം പെൺവൃക്ഷം വേറെയാണ്. ആൺവൃക്ഷത്തിൽ ഇങ്ങനെ കുരുമുളകിൻ്റെ തിരി ഉണ്ടാകുന്ന മാതിരി ഉണ്ടായി അത് കൊഴിഞ്ഞു പോവും. പെൺവൃക്ഷത്തിലാണെങ്കിൽ അത് ഇങ്ങനെ അടയ്ക്കേണ്ട നേക്കഡ് സീഡാണ്.
കാരണം സാധാരണഗതിയിൽ ഒരു ഫ്രൂട്ടിനകത്താണ് സീഡ്സ് ഉണ്ടാവുക. ഓടത്തിന് അങ്ങനെയല്ല. ഓടത്തിന് സീഡ് അങ്ങനെ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റും. അത് അടയ്ക്ക പോലെ താഴെ വീണും അവിടെ വീണ്ടും ഇതിൻ്റെ തൈകളും ഉണ്ടാവും. അപ്പോൾ ഓടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇതിൻ്റെ കുരുവാണ് ആട്ടി നമ്മൾ വിളക്ക് എത്തിക്കാനായിട്ട് എണ്ണ എടുത്തിരുന്നത്. മരോട്ടിയും അതുപോലെ തന്നെ സംഗതിയാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പം ഇത് ശരിക്കും ഒരു അർബൻ ഫോറസ്റ്റ് ആണല്ലോ, ഒരു അർബൻ ഏരിയയാണ്. ഞങ്ങളുടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എറണാകുളത്ത് നിന്ന് 10-12 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അർബൻ ഫോറസ്റ്റ് നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ഈ നാട്ടുകാർക്ക് മുഴുവനും ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാർ അതുപോലെ നമ്മളവിടെ സാർ ഇതിൻ്റെ പുറത്ത് ഈ തുറന്ന സ്ഥലം ഉള്ളിടത്ത് പുതിയ സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന കണ്ടു. അപ്പോൾ അതിൽ ഒരെണ്ണം കണ്ടത് കടമ്പ്, അതിന് തൊട്ടപ്പുറം ഒരു വന്നി നിൽക്കുന്നു, അതിന് തൊട്ടപ്പുറം ഒരു കരിമരവും നിൽക്കുന്നു. കടമ്പ് അസാധ്യമായ വളർച്ച, അത് 9 വർഷമായെന്നാണ് സാർ പറഞ്ഞത്. ഇതെല്ലാം 9 വർഷമായെന്നാണ് പറഞ്ഞത്. ഈ കടമ്പിന് നല്ല വളർച്ച കിട്ടിയപ്പോൾ വന്നിക്ക് സാമാന്യം വളർച്ച കിട്ടിയിട്ടുണ്ട്, പക്ഷേ കരിമരത്തിന് വളരെ കുറഞ്ഞ വളർച്ചയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാടിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഈ പല മരങ്ങൾ പലതരത്തിൽ പല സമയത്ത് വളരും, അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഇതുപോലെ ഘടകങ്ങൾ എന്നുള്ള കൃത്യമായിട്ട് കാണിക്കുന്ന ഒരെണ്ണമാണ്. ഈ കാവിൽ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള വൃക്ഷങ്ങളെ കൂടാതെ നമ്മൾ വിൽഫുള്ളി വെച്ചതാണ് നക്ഷത്ര വനം, നവഗ്രഹ ഉദ്യാനം, രാശിവൃക്ഷോദ്യാനം, ഒരു ഔഷധോദ്യാനം. ഇത് വച്ചുപിടിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് സോഷ്യൽ ഫോറസ്റ്റിയുടെ അവിടെ നിന്ന് നമുക്ക് ഈ തൈകൾ അനുവദിക്കുകയും അത് സംരക്ഷിക്കാനുള്ള ചില സബ്സിഡി മാതിരിയുള്ള സംഗതികളൊക്കെ അനുവദിച്ചു തന്നിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നമ്മൾ നക്ഷത്ര വൃക്ഷങ്ങൾ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ 27 നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പുരാണത്തിനകത്ത്. അപ്പോൾ അതിൽ ഈ മരങ്ങളെല്ലാം അന്ന് 9 വർഷം മുമ്പ് ഒരു സെമിനാറുണ്ടെന്ന്. ഇവിടെ സാധാരണ നമ്മൾ ഈ വിജ്ഞാന വ്യാപന പ്രവർത്തനം നടത്താറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭൗമദിനം, മണ്ണ് ദിനം, അങ്ങനെയുള്ള ദിനാചരണങ്ങൾ കൂടാതെ സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട് സ്കൂൾ കോളേജ് കുട്ടികളെ വിളിച്ചിട്ട്. അപ്പോൾ ആ തേവര കോളേജിൽ നിന്ന് വന്ന ഒരു 101 കുട്ടികൾ 101 ചെടി നടുന്നു എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പ്രദേശത്ത് നക്ഷത്ര വൃക്ഷങ്ങളോടൊപ്പം തന്നെ അവിടെ ഉങ്ങ്, മന്ദാരം, അശോകം അങ്ങനെയുള്ള കുറേയധികം ചെടികൾ നട്ടുപിടിപ്പിച്ചത് അതാണ്. അപ്പോൾ ഇതിൽ പല ചെടികൾക്കും പലതരത്തിലാണല്ലോ റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളർന്നിരിക്കുന്നത് കടമ്പാണ്. ഞാൻ ആസാമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്രഹ്മപുത്രയുടെ തീരത്ത് ഈ കടമ്പ വൃക്ഷം ഭയങ്കരമായിട്ട് പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ഈ കടമ്പത്തിൻ്റെ വളർച്ച, മഞ്ഞക്കടമ്പ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കരിമരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ കരിമരം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു സാധനമാണ്, ഡയോസ്പൈറസ് എന്ന് പറയുന്ന സാധനം. അത് വളർന്നൊരു വലിയ വൃക്ഷമായിട്ട് വരണമെങ്കിൽ 100-300 വർഷം എടുക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിനോടപ്പുറം നിൽക്കുന്ന വന്നി ഒരു ആവറേജ് ഗ്രോത്ത് ആയിട്ടുള്ള സാധനമാണ്, പ്രൊസോപ്പിസ് എന്ന് പറഞ്ഞ സാധനം. തൊട്ടപ്പുറം ഒരു നാങ്ക് നിൽപ്പുണ്ട്, അതിന് കായായിട്ടുണ്ട്, പക്ഷേ വലിയ വളർച്ചയില്ല. നാങ്ക് ഇപ്പം ഒരു വനത്തിനകത്ത് പലതിനും പലതരത്തിലുള്ള വളർച്ചയാണല്ലോ. കാരണം ഒരു കാനപ്പി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് ചിലപ്പം വളർന്നു വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ നാങ്ക് പക്ഷേ കായ ഉണ്ടായി കഴിഞ്ഞു, അതിൽ നിന്ന് ധാരാളം സീഡ്സ് അവിടെ വീണ് അവിടെ തൈകളും ഉണ്ടായിട്ടുണ്ട്. നാങ്ക് ധാരാളം പേര് ഇവിടുന്ന് തൈകളൊക്കെ കൊണ്ടുപോയി വയ്ക്കാറുണ്ട്. നമ്മൾ ഈ സോഷ്യൽ ഫോറസ്ട്രിക്കാർ തൈ വിതരണം നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഞാൻ തന്നെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ സംസാരിക്കാൻ പോവുകയും അവിടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ സീഡ്സൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അവിടെ. അതുപോലെ നമ്മൾ അവിടെ ഒരു ചെടി കണ്ട ഒരു കാവളമാണ്, ഒരു വലിയ കാവളം വളർന്നിരിക്കുന്നൊരു കാഴ്ചയുണ്ട്. അതിൽ വള്ളി കയറി കിടപ്പുണ്ടോ? ഇല്ല, കാവളത്തിൻ്റെ പുറത്തേക്ക് അധികം വള്ളി വന്നിട്ടില്ല. പക്ഷെ മറ്റ് പല ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് വെള്ള പൈൻ എന്ന് പറഞ്ഞ മരമാണ്. അതാണ് ഭയങ്കര പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു മരമാണ്. ബട്ടർസ് റൂട്ട് കാണിച്ചത് കാവളമായിരുന്നോ അതോ? കാവളമാണ് ബട്ടർസ് റൂട്ടായിട്ട് കണ്ടത്. കാവളം എന്ന് പറയുന്ന സാധനം സ്റ്റെർക്കൂലിയ ഗട്ടേറ്റ എന്ന് പറയുന്ന ഒരു മരമാണ്. അതും എനിക്ക് തോന്നുന്ന ഒരു 100 വർഷത്തിലേറെ പഴക്കം ഉണ്ടാവും ആ മരത്തിന്. അതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം ശ്രദ്ധിച്ചറിയാം. അതിങ്ങനെ ശരിക്കും പറഞ്ഞിങ്ങനെ പൊത്ത് മാതിരിയൊക്കെ 4 വശത്തേക്കും ഒക്കെ ഇങ്ങനെ റിഡ്ജസ് ആൻഡ് ഫറോസ് പോലെ ഉണ്ടായിട്ട് അതിനാണ് ബട്ടർസ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം പല ഈ ഞാവലിൻ്റെ ഇനത്തിൽപ്പെട്ട പല മരങ്ങൾക്കും ഞാൻ ഇവിടെ വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അത് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അത് വലുതായി കഴിയുമ്പോഴേ ഉണ്ടാവാറുള്ളൂ. ബട്ടർസ് റൂട്ടായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ചില മരങ്ങളുണ്ട് ഇവിടെ. ചേര് അവിടെ ഞാൻ കാണിച്ചു തന്നു. ചില ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാക്കുന്ന സാധനമാണ്. അത് കൂടാതെ അവിടെ പെരുമരം എന്ന് പറയുന്ന സാധനം, വലിയ പെരുമരം. അത് നമ്മൾ പൊങ്ങല്യം എന്നൊക്കെ പറഞ്ഞ മരത്തിൻ്റെ ഒരു വൈൽഡ് വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത് എയ്ലാന്തസ് മലബാറിക്കസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ കണ്ട ഒരു കരക്കണ്ടൽ അവിടെ
കരക്കണ്ടിൽ അത് റൈസോഫാറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടലിൻ്റെ ഫാമിലി പെട്ടതാണ്. ഇത് കരാലിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം എനിക്ക് വേണമെങ്കിൽ വല്ലഭെന്നായിരിക്കും ചില ഭാഗത്തൊക്കെ മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള. അപ്പോൾ ആ ഒരു മരം അവിടെ നിൽക്കുന്നത് ഇവിടെ ആകുമ്പോൾ ഏരിയൽ റൂട്ട്സ് കുറവാണ്. കാരണം അതൊരു ഭയങ്കര മാർഷി ഏരിയ അല്ലെങ്കിൽ ഈ കായൽ തീരത്തൊക്കെ ആണെങ്കിൽ ധാരാളം ബ്രീത്തിങ് റൂട്ട്സ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണല്ലോ. അതെ, ഈ കാവ് തന്നെ ഒരു 2 എക്കോസിസ്റ്റമാണ് ശരിക്കും. ഈ കാവിൻ്റെ ഒരു പകുതി ഭാഗം കരഭാഗം പോലെയാണ്. അവിടെ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും അതിൻ്റെ മറ്റേ ഭാഗം ഒരു മാർഷി എക്കോസിസ്റ്റമാണ്. ഈ 2 സ്ഥലത്തെയും ഫ്ലോറയും ഫോണയും വ്യത്യാസമുണ്ട്. കാരണം ആ ഭാഗത്ത് നിൽക്കുന്ന മരങ്ങൾ പലത് ഇവിടെ കണ്ടില്ലെന്ന് വരും. ഒരു കണക്കിന് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഒരു കോളേജിലും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 300 വർഷം ഇല്ല. പക്ഷേ ഇത് ഇപ്പോൾ ധാരാളം പേര് കോളേജ് സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ MSc പഠിക്കുന്ന കുട്ടികളുടെ ഡെസർട്ടേഷൻ പേപ്പർ ഇവിടുത്തെ ഫ്ലോറ പഠിക്കാൻ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 63 ഇനം പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷി നിരീക്ഷകൻ മുകുന്ദൻ കിഴക്കേമിടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് ചില ദിവസം രാവിലെയൊക്കെ വരും, 6 മണിക്കൊക്കെ വന്നിട്ട് 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷികളെ കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ. മറ്റത് പലതും ഭക്ഷണം അന്വേഷിച്ച് പോയി കാണും. അപ്പോൾ അങ്ങനെയുള്ള പക്ഷി നിരീക്ഷകർ പലരും വന്നിട്ട് അതുപോലെ സാർ കണ്ട ഒരു കാര്യം, ആ മരത്തിൽ ഡിസൈൻ വരുന്ന ഒരു സംഗതി, അതിന് ലൈക്കൻ എന്ന് പറയും. ഇപ്പം മരത്തിന് നമ്മൾ ശരീരത്തിൽ ചുണങ്ങുണ്ടായിക്കണ പോലെ അത് വേറൊരു പ്ലാന്റാണ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാന്റാണ്. അത് മരം വലുതായി വളർന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും അതുമ്പോൾ ഈ ലൈക്കൻ എന്ന് പറഞ്ഞ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വേറൊരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അത് ധാരാളം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ മഷ്റൂംസ് കൂണ് വർഗത്തിൽപ്പെട്ട് സാധാരണ എഡിബിളായിട്ടുള്ള മഷ്റൂംസ് നമ്മൾ വർഷകാലത്തൊക്കെ ഉണ്ടാവില്ലേ, അത് ശരിക്കും അഗാരിക്കസ് എന്ന് പറഞ്ഞ സാധനം അത് ഉണ്ടാവാറുണ്ട്. അത് കൂടാതെ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മളുണ്ട്. ഇവൻ മരത്തിൽ ഉണങ്ങിയ മരക്കൂൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ പോളിപോറസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗസ് കാണാറുണ്ട്. അതുപോലെ മണ്ണിൽ തന്നെ ഈ പഴയ മരത്തിൻ്റെയൊക്കെ ഡെബ്രിസിൽ ഉണ്ടാവുന്ന ഒരു കൂൺ വർഗത്തിൽപ്പെട്ട സാധനമാണ് ജിയാസ്റ്റാർ, എർത്ത് സ്റ്റാർ എന്ന് പറയും. ഒരു ഓറഞ്ച് നിറമൊക്കെ ആയിട്ട് ഓറഞ്ച് നിറമാണ്. പക്ഷെ അതിങ്ങനെ ഒരു ബോൾ പോലിരിക്കുന്ന സാധനം അത് ഫ്രൂട്ടങ്ങ് ആയി മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ 5 എതിറുകൾ പോലെ ഇങ്ങനെ വിടുന്ന ഒരു സ്റ്റാർ മാതിരി ഇരിക്കും. അതിന് എർത്ത് സ്റ്റാർ എന്ന് പറയും. മറ്റേ മണ്ണിൽ തന്നെ കണ്ടേ, അമ്പലത്തിനകത്ത് കണ്ട അതാണോ? അത് വേറൊരു കൂൺ വർഗത്തിൽപ്പെട്ട സാധനമാണ്. മറ്റത് ഡെബ്രിസേലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ അതുപോലെ ചെതൽപ്പുറ്റുകൾ, ഇതിന്റെ എല്ലാ ഭാഗത്തും ചെതൽപ്പുറ്റ് ധാരാളമായിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. ഒരു മരം പെടന്ന് പോയി അത് നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വൈറ്റാൻസ് വരും, ചെതിൽ വരും. ചെതിൽ വന്നിട്ടാണ് ഈ പുറ്റുണ്ടാക്കുന്നത്. നമ്മൾ അവിടെയുള്ള ഒരു മരത്തിനെ നമ്മൾ എടുത്തു മാറ്റുന്നില്ല അല്ലേ? ഇല്ല, അത് അവിടെ തന്നെ കിടന്ന് അത് ഇങ്ങനെ ചെതിൽപ്പുറ്റുണ്ടായി. വലിയ ചെതിൽപ്പുറ്റുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ ചെതലിനെ തിന്നാനായിട്ട് എലി വരും. എലിയാണ് മാളം ഉണ്ടാക്കുള്ളൂ. എലി മാളം ഉണ്ടാക്കി എലി അതിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എലിയെ പിടിക്കാൻ മുന്നേ ആളാണ് ഈ മാളത്തിനകത്ത് കയറിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പാമ്പിന്റെ മാളം എന്ന് നമ്മൾ പറയും. പക്ഷെ പാമ്പിന് ഒരു മാളം ഉണ്ടാക്കാനും പറ്റൂല. മാളം ഉണ്ടാക്കാൻ എലിക്ക് മാത്രമേ പറ്റുള്ളൂ. എലി എന്തിനാണ് മാളം ഉണ്ടാക്കിയത്? ചെതലിനെ തിന്നാൻ വേണ്ടി മാളം ഉണ്ടാക്കി, എലിയെ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഇപ്പോൾ എന്നോട് സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പാമ്പിൻ്റെ ശല്യം കാടുണ്ടാക്കിയാലും ഇല്ല. അതായത് ഈ 100 ഇത് ഇത്രയൊന്നും വലിയ വിശാലമല്ല, 100 സ്ക്വയർ ഫീറ്റ് കാടുണ്ടാക്കുന്ന ആളുകൾ പോലും ഈ പാമ്പിനെ പേടിച്ചത് വേണ്ടെന്ന് വെക്കാറുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പാമ്പിൻ്റെ ശല്യം എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മളെപ്പോലെ ഒരു ജീവിയാണത്. അതും അതിൻ്റെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന, അത് നമ്മൾ ആക്രമിക്കാൻ വേണ്ടി നടക്കുന്നതല്ല. ഈ 8 ഏക്കർ കാടിൽ ഇതുവരെ ഈ 8 ഏക്കർ സ്ഥലത്ത് അമ്പലത്തിൻ്റെ വസ്തുവിൽ ഞാൻ മിക്ക ദിവസങ്ങളിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാവിക്കൂടെയൊക്കെ നടക്കാറുള്ളതാണ്. അവിടെ ഞാനിതുവരെ ലൈവായിട്ട് പാമ്പിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ പാമ്പിനെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മൂർഖം പാമ്പുകൾ നമ്മുടെ ഈ കാവിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അവിടെ ഭക്ഷണം അന്വേഷിച്ച് അതുങ്ങൾ പോവും. അതുപോലെ വൈകുന്നേരം കഴിഞ്ഞാൽ അണലി ഇറങ്ങുന്ന സാധാരണ സന്ധ്യയ്ക്ക് ശേഷമാണ്. സന്ധ്യാവാറാകുമ്പോഴേ അണലി ഇറങ്ങും. ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു അപകടമേ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ പാമ്പിനെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും. പാമ്പ് അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റത്തിൽപ്പെട്ട സാധനമല്ലേ. അപ്പോൾ അത് പാമ്പ് അതിന് ഭക്ഷണം അന്വേഷിച്ച് പാമ്പ് നടക്കും. നമ്മൾ ചിലപ്പോൾ അബദ്ധവശാലും നമ്മളതിനെ കാണും. പക്ഷെ പാമ്പൊക്കെ ഉപദ്രവിക്കുന്നത് നമ്മൾ അറിയാണ്ട് അതിനെ ചവിട്ടി വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യുമല്ലോ. അതൊരു മൂർഖം പാമ്പ് പത്തി വിടുത്തുന്നത് എന്താ? നമ്മളെ കണ്ടിട്ട് അത് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത്. നമ്മൾ ഓടിപ്പാഞ്ഞ് പാമ്പ് ഉപദ്രവിക്കുകയൊന്നുമില്ല. അതുപോലെ കീരിയും ഉണ്ടല്ലേ? കീരി ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ കീരിയുള്ളതൊക്കെ ഒരു റെഗുലേഷനാണിതേ. ഒരു നിയന്ത്രണം നമുക്ക് നടക്കണ്ടേ. അതാണല്ലോ ഈ
ഇക്കോസിസ്റ്റം നിയന്ത്രിച്ച് നിർത്തുന്നത് എന്താ? ഒന്നിൻ്റെ ഭക്ഷ്യവസ്തുവായിട്ട് അങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മുടെ ഭാരതത്തിലെ പുരാണം, ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ കൂടുതലും ഭാരതീയ പരിസ്ഥിതി സങ്കല്പം എന്നൊരു വിഷയോട് സംസാരിക്കുന്ന ആളാണ്. കാരണം നമ്മുടെ ഭാരതീയർക്ക് പണ്ട് മുതലേ ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊരു തോന്നൽ പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദിനചര്യ അടക്കം ആ രീതിയിലാണ് പോയിരിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ ആല്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണ് അരയാലെന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പണ്ട് പോലെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ നഗ്നപാതരായിട്ട് നടന്ന് ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ തൊഴുത് ആലിൻ്റെ പ്രദക്ഷിണം വെച്ച് വന്നെന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. നഗ്നപാതരായിട്ട് നടക്കുമ്പോൾ തന്നെ ഇന്നിതുപോലെ ടൈൽസ് ഇട്ട സ്ഥലമല്ലല്ലോ അന്ന്, ചരലിൻ്റെ പുറത്ത് കൊണ്ട് നടക്കാൻ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ചരലിൻ്റെ പുറത്ത് നടക്കുമ്പോഴത്തേക്കും നമുക്ക് കാലിന് ശരിക്കും ഒരു അക്യുപങ്ക്ചർ എഫക്റ്റാണ്. നമുക്ക് രക്തയോട്ടം നന്നായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ച് അത് കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം നടത്തി ദൈവത്തിന് 2, 3, 4 ഒക്കെ പ്രദക്ഷിണം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ദൈവത്തിന് പ്രദക്ഷിണം വെച്ചു. പക്ഷേ ആലിന് പറഞ്ഞിരിക്കുന്ന 7 പ്രദക്ഷിണമാണ്. ദൈവത്തിന് 3 പ്രദക്ഷിണമാണെങ്കിൽ ആലിന് 7 പ്രദക്ഷിണം വയ്ക്കണം. കാരണം എന്താണ്, അത്രയും കൂടുതൽ സമയം ഈ ആലിന് ചുറ്റും നമ്മൾ ചിലവഴിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രദാനം ചെയ്യും. രണ്ടാമത്തെ കാര്യം, പ്രദക്ഷിണം എങ്ങനെ ഓടി ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകണ മാതിരി ഓടുകയല്ല വേണ്ടത്. പ്രദക്ഷിണം പറഞ്ഞിരിക്കുന്നത് തന്നെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ തല നിറച്ച് എണ്ണ നിറച്ചിട്ടുള്ള ഒരു കുടം തലയിൽ വെച്ചുകൊണ്ട് എങ്ങനെ നടക്കാൻ പറ്റുന്നു അതുപോലെ നടക്കണം എന്നാണ് പ്രദക്ഷിണത്തിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ലോവായിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ. അപ്പോഴാണ് കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ഓക്സിജൻ കിട്ടുള്ളൂ. ഇതെല്ലാം അങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുക. അതുപോലെ ചന്ദനം തൊടാൻ പറയും. ചന്ദനം ഇങ്ങനെ ചന്ദനമുട്ടിയിൽ അരച്ചിരിക്കുന്ന ഒറിജിനൽ ചന്ദനം നമ്മുടെ ഈ 2 കണ്ണിൻ്റെ നടുക്കുള്ള ഈ ഒരു നെറ്റി ഭാഗത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുളിർമ, അവിടെ ഞരമ്പുകളിലൊരു സംഗമസ്ഥാനമല്ലേ, അവിടെ നമുക്ക് കുളിർമ അനുഭവപ്പെടും. സാർ, അവിടെ നമ്മളൊരു മരം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ചെരിഞ്ഞ് കിടക്കുന്ന മരം അത് അങ്ങനെ പെട്ടെന്ന് വീണതാണോ അതോ ഒരു വലിയ നീളമുള്ളൊരു മരം? സാർ, കനാല് എന്തൊരു പേരും പറഞ്ഞു, കനല. അതിപ്പോൾ അതിന് ബൊട്ടാണിക്കൽ നെയിം ഇവോഡിയ എന്ന് പറഞ്ഞിട്ടൊരു മരമാണ്, ഇവോഡിയ. അതിൻ്റെ ഏത് മരവും സൂര്യപ്രകാശം അന്വേഷിച്ച് പോകുമല്ലോ, നമുക്ക് അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ എല്ലാ മരങ്ങളും ആ സൂര്യനെ അന്വേഷിച്ച് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പോൾ ആ മരം അതുപോലെ അതിൻ്റെ കൊമ്പുകൾ സൂര്യപ്രകാശം അന്വേഷിച്ച് അങ്ങനെ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും, വെളിച്ചം അന്വേഷിച്ചാണ് പോണത്. കാരണം ഇലകൾക്ക് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യം ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ മരം അവിടെ നിന്ന് ദൂരേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്, തല കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ അതനുസരിച്ച് അതുപോലെ വേറൊരു മരം ചെരിഞ്ഞുണ്ട്. ഈ ചെരിഞ്ഞിരിക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് കൂടുതൽ വേരുകളുള്ള പോലെ തോന്നി. അത് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു മരം ഇങ്ങനെ ചെരിയുമ്പോഴത്തേക്കും ഇവിടെ ഇറച്ചിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത് പിടിച്ചു നിർത്താൻ വേണ്ടി അപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി അവർ വേരുണ്ടാക്കി അത് ബാലൻസ് നിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. സാറ് കുറച്ച് പുറത്തുനിന്ന് കൊണ്ട് വെക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ വിത്തുകൾ വീണ് കിളിക്കുന്നുണ്ട് അല്ലേ? ഈ പക്ഷികളും ധാരാളം പക്ഷികൾ. ഇപ്പോൾ ഇവിടെ ഈ കാട്ടിൽ നിൽക്കുന്ന മരങ്ങളുടെ പ്രത്യേകത, ഇവിടെ ചെറിയ ഫ്രൂട്ട് ഉണ്ടാകുന്ന മരങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അത് തിന്നാനായിട്ടാണ് പക്ഷികൾ വരുന്നത്. ആ പക്ഷികൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേറെ കുറച്ചുകൂടി നിക്ഷേപിച്ചിട്ട് പോകും. അവർ വേറെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ അടുത്തുള്ള വേറെ അർബൻ ഫോറസ്റ്റാണ് കളമശ്ശേരി HMDയുടെ അടുത്തുള്ള ഫോറസ്റ്റ്. അവിടുന്ന് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ചുട്ടിപ്പരുന്ത് എന്ന് പറയുന്ന സാധനം. ക്രസ്റ്റഡ് സെർപ്പൻ്റ് ഈഗിൾ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മുഖ്യ ഭക്ഷണം മൂർഖനാണ്, പാമ്പിനെ ഭക്ഷിക്കുന്നത്. പരുന്ത് വർഗത്തിൽപ്പെട്ട പലതും പാമ്പിനെ ഭക്ഷിക്കും. അപ്പോൾ ആ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും HMD കാട്ടിൽ നിന്നാണ് ഈ സെർപ്പൻ്റ് ഈഗിൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്നൊരു വലിയ പൈൻ മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ അതിൻ്റെ മുകളിലിങ്ങനെ ഇരുന്ന് താഴെ കൂടി എന്തെങ്കിലും ഇഴജന്തുക്കൾ പോകണമെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് അത് ഒരു മൂർഖൻ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലാൻഡ് ചെയ്ത് വന്നിട്ട് ഇതിനെ പിടിച്ചുകൊണ്ട് പോകും. പിടിച്ചുമ്പോൾ റാഞ്ചാണ്. പരുന്ത് വർഗത്തിൽപ്പെട്ട ഒരു സാധനവും കൊക്കും കൊണ്ടല്ല ഈ ഇരയെ പിടിക്കുന്നത്, അത് കൈ കൊണ്ടേ പിടിക്കുകയുള്ളൂ. അതിങ്ങനെ പിടിച്ച് ഇവിടുന്ന് പറന്ന് HMD കാട് വരെ പോകും. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല, അത് അതിൻ്റെ വാസസ്ഥലത്ത് പോയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രത്യേകതയാണ് ഒരു കാവിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ അതുപോലെ ഇവിടെ പല സമയത്തും ഈ മൈഗ്രേറ്ററി ബേഡ്സ് വരാറുണ്ട്, ദേശാടന പക്ഷികൾ. നാഗമോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയും. അത് 2 തരമുണ്ട്, വെള്ള നിറത്തിലുള്ളതും പിന്നെ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു നിറത്തിലുള്ളതുണ്ട്, പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയും. അപ്പോൾ ഇതുപോലുള്ള പക്ഷികൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. എരണ്ട വർഗത്തിൽപ്പെട്ട് ധാരാളം, കൊക്ക് വർഗത്തിൽപ്പെട്ട് ധാരാളം സംഗതികൾ വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് അധികം കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാതെ ഈ സ്ഥലമൊക്കെ നമുക്ക് കൃഷി ചെയ്യാമായിരുന്നു.
പക്ഷെ കൃഷി ചെയ്ത് നമുക്കൊരു മോണോക്രോപ്പ് ഉണ്ടാക്കാന്നല്ലേ പറ്റുള്ളൂ. അല്ല സാറേ, ഈ 300 വർഷത്തെ ചരിത്രത്തിൽ ഇവിടെ ഇതുവരെ ഒരു അപകടവും പാമ്പിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന്. ഒന്ന്, പാമ്പിന് ഇരിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട് അല്ലേ സാർ? അതൊന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ വെളിയിറങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഉരകവർഗത്തിൽപ്പെട്ട പാമ്പ് മാത്രമല്ല, ഇവിടെ പല സംഗതികളും ഉണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ടതാണ് പാമ്പ്. ഇപ്പോൾ ഇവിടെ പാമ്പുകളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂർഖൻ പാമ്പിനെ കണ്ടിട്ടുണ്ട്, അണലിയെ കണ്ടിട്ടുണ്ട്, വളവളപ്പൻ, ശംഖുവര എന്ന് പറഞ്ഞിട്ടുള്ള റിങ് പോലത്തെ സാധനം ഉള്ളത്, പിന്നെ ചേര ധാരാളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പാമ്പുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് താനും. പക്ഷേ ഇതുവരെ ഞങ്ങളുടെ ഈ കേട്ടറിഞ്ഞ ചരിത്രത്തിൽ എവിടെയും പാമ്പിൻ്റെ യാതൊരു ഉപദ്രവവും ഉണ്ടായിട്ടുള്ള യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി പാമ്പുകൾക്ക് അവർക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്നു. ഇപ്പോൾ തവളയുണ്ടാവും, അപ്പോൾ തവളയെ കിട്ടും. തവളയ്ക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങളുണ്ട്, തവളയുണ്ടാവുന്നു. അതുപോലെ പാമ്പുകളൊക്കെ ഈ മനുഷ്യൻ്റെ കൂട്ട് ദിവസം 10 നേരം ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളല്ല. അതുങ്ങളുടെ വിശപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വിശപ്പ് ഉണ്ടാകുമ്പോഴേ ഭക്ഷണം അന്വേഷിച്ച് പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ മലമ്പാമ്പ് ഇവിടെ ഇടയ്ക്ക് കാണാറുണ്ട്. രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്കും അവിടെ കാട്ടുകോഴിയുള്ളൊരു കാവുണ്ട്. ആ കാട്ടുകോഴിയുള്ള കാട്ടിലേക്ക് വേണ്ടിയിട്ട് ഇത് പോവുകയാണ്, കാട്ടുകോഴി പിടിക്കാൻ വേണ്ടി പോവുക. അവിടെ പോയിട്ട് അതിനെ ഭക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് പാമ്പിനെ കണ്ടിട്ടുള്ളൂ. കാരണം അത് എവിടെയെങ്കിലും പോയിട്ട് വിശ്രമിച്ച് അടുത്ത വിശപ്പാകുമ്പോഴത്തേക്കും അവന് ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാനുള്ള ഭക്ഷണം കിട്ടുന്നു. പിന്നെ അവർ നിയന്ത്രിക്കാനുള്ള സാധനങ്ങളും. ഇപ്പോൾ പാമ്പിനെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് കീരി. കീരി കണ്ടമാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനെ നിയന്ത്രിക്കും. പാമ്പിനെ ഇടയ്ക്ക് കീരി ഉപദ്രവിക്കാറുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു ബാലൻസ്ഡ് ഇക്കോസിസ്റ്റമായിട്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാ കൂട്ടവും ഉണ്ടാവും, പ്രൊഡേറ്റേഴ്സും ഉണ്ടാവും, അവിടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, എല്ലാ കൂട്ടങ്ങളും ഉണ്ടാവും. ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണത്. പിന്നെ സാർ, ഈ വള്ളി കയറിയിട്ട് മൂടിപ്പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ളൊരു സംഗതി ഉണ്ടല്ലോ. പുല്ലാഞ്ഞിയൊക്കെ ഇവിടെ നന്നായിട്ട് വളർന്നു കിടക്കുന്നു. ഒരു കാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പലതരത്തിലുള്ള സ്പീഷീസ് പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ. വലിയ വൃക്ഷങ്ങൾ മാത്രമല്ല ഉണ്ടാവണേ, അതിൻ്റെ കൂടെ ഏറ്റവും വലിയ വൃക്ഷങ്ങൾ കൂടാതെ അതിൽ ഷ്രബായിട്ടുള്ള വൃക്ഷങ്ങൾ, ഹെർബായിട്ടുള്ള സാധനങ്ങൾ, പുൽവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ, പന്നൽ വർഗത്തിൽപ്പെട്ട, നേരത്തെ ഫേൺസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കാവായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ധാരാളം വള്ളിപ്പടർപ്പുകളുണ്ട്. ഈ വള്ളിപ്പടർപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ ഒരു മരത്തിനെ എംബ്രേസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും വള്ളി ഭയങ്കര പ്രശ്നമാവും. കാരണം ഈ മരത്തിൻ്റെ മുകളിൽ പോയിട്ട് ഈ വള്ളിയുടെ ഇലകളായിരിക്കും അവിടെ ഒരു പ്രാധാന്യത്തോടെ കൂടി നിൽക്കണേ. അപ്പോൾ ആ ഒരു പിടിച്ചു പോയേക്കണേ ആ മരം മിക്കവാറും നശിച്ചു പോകും. അപ്പോൾ ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ വള്ളിപ്പടർപ്പിൻ്റെ ഒരു ഭയങ്കര കടുപ്പം കാരണം ആദ്യമൊക്കെ സുഖമാണ്, അതിന് സൂര്യപ്രകാശമൊക്കെ മറ്റേ മരത്തിന് കിട്ടുമായിരുന്നു. പക്ഷേ വള്ളി അങ്ങ് വലുതായിട്ട് അതുമ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരത്തിന് സൂര്യപ്രകാശം കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ മരം പെടന്ന് പോകും. അത് പെടന്ന് പോകുമ്പോഴത്തേക്കും വള്ളിയും സ്വാഭാവികമായിട്ടും താഴത്തേക്ക് പോരുമല്ലോ. വള്ളി പോകുന്നു, പിന്നെ അത് ദ്രവിച്ച് പോയി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇവിടെ ഒരു മരം ദ്രവിക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് 3-4 മരം ഉണ്ടാവും. കാരണം ഇതിൻ്റെയൊക്കെ സീഡ് വീണ് കിടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാവിൽ എന്നും ഇങ്ങനെ ചില മരങ്ങൾ നശിച്ചു പോകുന്നു, ചില മരങ്ങൾ ഉണ്ടാകുന്നു. അതിങ്ങനെ ഒരു റൊട്ടേഷനായിട്ട് ഇങ്ങനെ ഉണ്ടാവും. കാവ് എപ്പോഴും കാവായിട്ട് തന്നെ നിലനിൽക്കും. സാർ, ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഒരു പ്രത്യേക ധാരാളം ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങൾ ഇപ്പോൾ ഇതുവഴിയൊക്കെ നമ്മൾ ഈ നടക്കുന്ന വഴിയൊക്കെ ഇതിനിടയ്ക്കൂടെ കാണുന്നുണ്ട്. ഞങ്ങൾ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചില്ല, കാരണം അത്ര അധികം ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് അകത്തേക്ക് ചെന്ന് ചിത്രീകരിക്കാനും പാടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ചിത്രശലഭങ്ങൾ ഉണ്ടാകുന്നത്? ഒരു ചിത്രശലഭോദ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാനുള്ള നടപ്പിലാക്കുകയോ അത് നടപ്പിലാക്കാൻ വേണ്ട തുടക്കം കുറിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇവിടെ പ്രത്യേകിച്ചൊരു ശലഭോദ്യാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ധാരാളം സ്പീഷീസ് ചിത്രശലഭങ്ങൾ ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്. അപ്പം ചിത്രശലഭത്തിന് വേണ്ടി പ്രത്യേകം ഒരു പാർക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലുള്ള അവിടുത്തെ ഗാർഡ് സന്ദർശിച്ച് അവിടുത്തെ ക്യൂറേറ്ററൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആകർഷകമായിട്ടുള്ള ഫ്ലവർ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ അതിന് തേൻ കുടിക്കാൻ പറ്റുന്നല്ല അന്വേഷിക്കേണ്ടത്. ആദ്യം അന്വേഷിക്കേണ്ടത് അതിൻ്റെ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന ലാർവയ്ക്ക് ഭക്ഷിക്കാനുള്ള സാധനം ഇല കിട്ടുമെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് പ്ലാന്റ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടാക്കുന്ന ആൾക്ക് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇവിടെ ബുദ്ധമയൂരി അടക്കം, ഇപ്പം നമ്മുടെ നാഷണൽ ബട്ടർഫ്ലൈ എന്നല്ലേ പറയണേ, ബുദ്ധമയൂരി അടക്കം ഇവിടെ പല സ്പീഷീസിനും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുങ്ങളും ചിലപ്പോൾ ഇവിടെ സ്ഥിരതാമസക്കാരല്ല. അവർ വന്ന് നോക്കിയിട്ട് അവർക്ക് പറ്റിയ അന്തരീക്ഷം അല്ലെങ്കിൽ അവർ തിരിച്ച് വേറെ വഴിക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു 60 ഇനത്തിൽ കൂടുതൽ ചിത്രശലഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ടർഫ്ലൈ പാർക്കായിട്ട് പ്രത്യേകിച്ച് ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഈ കാവിൽ ബട്ടർഫ്ലൈസ് ഉണ്ടാകും.
ഞാൻ ഈ കാട് കാണാൻ വന്ന ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡോക്ടർ ഷാജി, നേരത്തെ ഈ റിവറൈൻ സ്പീഷീസിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാട് ഇപ്പോൾ ആദ്യമായിട്ട്, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വരെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഈ കാട്ടിലേക്ക് വരുന്ന കാവിലേക്ക് വരുന്ന ആദ്യമായിട്ടാണ്. ഈ കാവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടെ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ കാവുകളെക്കുറിച്ചും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ കാവുകളെക്കുറിച്ചും അതിൻ്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിൻ്റെ കാർബൺ ആഗിരണ ശേഷിയെ സംബന്ധിച്ച്, കാർബൺ സംഭരണ ശേഷിയെ സംബന്ധിച്ച് ഒരു റിസർച്ച് പ്രോജക്റ്റ് ആയിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ പൊന്നക്കുടം കാവ് വന്ന് കാണാൻ ഇടയായത്. ഏകദേശം 400-ലധികം ജാതി സസ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് നമുക്ക് സാധാരണ വനങ്ങളിൽ കാണുന്ന പോലെ തട്ടുകളായിട്ട് കാണാം. അതായത് വലിയ വൃക്ഷം, ഇടത്തരം വൃക്ഷം, കുറച്ചുകൂടെ ചെറിയ വൃക്ഷം, പിന്നെ അതുകൂടാതെ പിന്നെ കുറ്റിച്ചെടികൾ, പിന്നെ പന്നൽ ചെടികളൊക്കെ ഉൾപ്പെടുന്ന തറയിലുള്ള മറ്റ് സസ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഈ കാവിൽ കാണാം. പക്ഷേ ഇവിടെ ചില മരങ്ങൾക്ക് അത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളപ്പൈൻ, അതായത് വറ്റീരിയ ഇൻഡിക്ക, അത് IUCN ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അത് സത്യത്തിൽ അത് വൾണറബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ അത് ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ വലിയ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ അതുണ്ട്. പിന്നെ ചെമ്മരം എന്ന് പറയുന്ന അഫന മിക്സിസ് പോളിസ്റ്റാക്കിയ, ടീറോകാർപ്പസ് മാർസൂപ്പിയം എന്ന് പറയുന്ന വേങ്ങ, അങ്ങനെ ഒരുപാട് മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അതായത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഓടലിൻ്റെ വളരെ പഴക്കമുള്ള ഒരു വള്ളി, ഓടൽ വള്ളി, അതായത് നീറ്റമ്യൂള, അതിവിടെ ഉണ്ട്. പിന്നെ ചൂരൽ ധാരാളമായിട്ട് വളർന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കാവിൻ്റെ പ്രത്യേകത തന്നെയാണ്. ശരിക്കും ജൈവ വൈവിധ്യത്തെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഈ കാവ്. അതുകൊണ്ട് ഇത് സാധാരണ ആളുകൾക്ക് നമ്മൾ എത്ര ക്ലാസ്സിലിരുന്ന് പഠിച്ചാലും കിട്ടാത്ത അനുഭവമാണ് ഇവിടെ വരേണ്ടത്. ഇനി ഈ സസ്യങ്ങൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് പിന്നെ ജീവിക്കുന്ന മറ്റ് ജീവികൾ. അപ്പോൾ ആ ശൃംഖല തന്നെ അദ്ദേഹം ഇവിടെ വിവരിക്കുകയുണ്ടായി. അതെല്ലാം നേരിട്ട് കാണുന്നതിനുള്ള ഒരവസരം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാവിൻ്റെ കാർബൺ സംഭരണ ശേഷിയും കൂടെയാണ്. അപ്പം അതായത് ഇവിടെയുള്ള മരങ്ങളുടെയും മറ്റും ജൈവപിണ്ഡം കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ ജൈവപിണ്ഡം കണക്കാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അതിലൂടെ ജൈവപിണ്ഡം കണക്കാക്കിയിട്ട് എത്രമാത്രം കാർബൺ ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോ കാവിലും ഞങ്ങൾ പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം 3 ജില്ലകളിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാവിനും അങ്ങനെ ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇനിയും തുടർന്ന് ചെയ്യാൻ സാറിൻ്റെയൊക്കെ അനുമതി ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന വേറൊരാളാണ് നമ്മുടെ ചെറിയാൻ സാറ്. നേരത്തെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മിയാവാക്കി ഫോറസ്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 7-8 പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഹോബി കാവുകളിൽ നിന്ന് കിട്ടുന്ന തൈകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പലതവണ ഇവിടെ വന്ന് തൈകൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. സാറിൻ്റെയും പ്രതികരണം നമുക്ക് ഈ കാടിനെക്കുറിച്ചുള്ളതൊന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ പല കാവുകളുടെയും വിസ്തൃതി ഓരോ വർഷം ചെല്ലുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായി ശ്രീ പൊന്നക്കുടം ക്ഷേത്രം, ഭഗവതി ക്ഷേത്രത്തിൻ്റെ ടെസ്റ്റിൻ്റെ കാവ് അദ്ദേഹം PK രാമചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ ഭംഗിയായിട്ട് അത് നിലനിർത്തിക്കൊണ്ട് പോരുന്നു. ധാരാളം മെയിൻ്റനൻസ് ചെയ്യുന്നു. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാവ് സംരക്ഷണ പദ്ധതി പ്രകാരം ലിസ്റ്റിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വർഷം തോറും ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും ഇവിടെ പുള്ളി അത് ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. നമ്മൾ സാധാരണ 1 സെൻറ്റ് മിയാവാക്കി ഫോറസ്റ്റ് കാണാൻ വരുന്ന ആളുകളും ചോദിക്കുന്നത് ഈ കാട് വെച്ചാൽ എന്ത് കിട്ടും എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി, ഒരു കുടുംബം 300 വർഷമായിട്ടൊരു കാടിനെ പോറ്റിക്കൊണ്ട് വരുന്നു. അത് നമ്മുടെ ഈ ഈ ലിബറലൈസേഷൻ്റെയും ആഗോളീകരണത്തിൻ്റെയൊക്കെ ഒരു പുതിയ കാലത്ത് എന്തിനും നമുക്ക് എന്ത് വാണിജ്യമൂല്യം ഉണ്ടെന്ന് നോക്കുന്ന ഒരു കാലത്ത് ഒരു 60 കോടി രൂപ വിലയുള്ള ഭൂമി അവരുടെ കുടുംബം കാടായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു കുടുംബത്തെ നമ്മളെല്ലാവരും ചേർന്ന് തൊഴേണ്ടതാണ്. ഇങ്ങനെ വളരെ അപൂർവമാണ് ഇത്തരം കാവുകൾക്കായിട്ട് ഇത്രയധികം പണവും സമയവും ഒക്കെ മാറ്റിവെക്കുന്നത്.
തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടുകാർ മുഴുവൻ അനുഭവിക്കുകയുമാണ്. അപ്പോൾ ആ കുടുംബത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു നന്ദി നിങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ പറയുന്നു.